വസ്തു രജിസ്ട്രേഷൻ നടത്തുമ്പോൾ പ്രധാന ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന അംഗീകൃത ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷനുള്ള SIRBU അംഗങ്ങൾക്ക് സാക്ഷികളായി ഒപ്പിടാനുള്ള അധികാരം നൽകണമെന്ന് സൗത്ത് ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് യൂണിയൻ. ജില്ലാ സബ് രജിസ്ട്രാർ ഓഫീസ് ധർണാ സമയത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. കേരളത്തിലെ മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലൈവ് മെമ്പർഷിപ്പുള്ള ട്രേഡ് യൂണിയൻ സംഘടന. ഈ രംഗത്ത് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും മനുഷ്യാവകാശ പ്രവർത്തനങ്ങളും നടത്തുന്ന സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം മുഴുവൻ ജില്ലകളിലും സമ്മേളനങ്ങളും പ്രകടനങ്ങൾ ഇതുപോലെ ധർണകളൊക്കെ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് ജില്ലാ രജിസ്ട്രാർ ഓഫീസ് ധർണ ഈ വരുന്ന 29-ാം തീയതി കാലത്ത് 10 മണിക്ക് സൗത്ത് ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലാ സബ് രജിസ്ട്രാർ ഓഫീസ് ധർണ സെപ്റ്റംബർ 29-ന് തിങ്കളാഴ്ച നടത്തും. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. 60 വയസ്സ് കഴിഞ്ഞ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് യൂണിയൻ തൊഴിലാളികൾക്ക് നിലവിൽ മാസത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന 1300 രൂപ 10,000 രൂപയായി ഏകീകരിക്കുക, റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്കുള്ള മാഫിയകളുടെയും സർക്കാർ ജീവനക്കാരുടെയും കടന്നുകയറ്റം അവസാനിപ്പിക്കുക, ഭൂമി താരിഫ് വില നിർണ്ണയിക്കുമ്പോൾ SIRBU അംഗങ്ങളെ ഉൾപ്പെടുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത്. സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി TP സാഹിർ, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അരവിന്ദൻ K, ജില്ലാ പ്രസിഡന്റ് മജീദ് P തുടങ്ങിയവർ സംബന്ധിച്ചു. നമ്മൾ ഈ ധർണയുടെ ലക്ഷ്യം വസ്തു രജിസ്ട്രേഷൻ നടത്തുമ്പോൾ പ്രധാന സാക്ഷികളായിട്ട് ഇപ്പോൾ ഓരോരുത്തരും വന്ന് ഒപ്പിടുകയാണ്. അത് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഈ ട്രേഡ് യൂണിയൻ ലൈസൻസ് ഉള്ള ട്രേഡ് യൂണിയൻ അംഗീകാരമുള്ള റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർക്ക് അംഗീകാരം നൽകുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.